ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. നമ്മുടെ വീട്ടിലും അതുപോലെ തന്നെ വീടിൻ്റെ പരിസരത്തും കൃഷിയിടത്തും ഒക്കെ നമുക്ക് വളരെ ശല്യക്കാരായ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഈ ഒരു എലികളെയും പെരിച്ചാഴികളെയും മാത്രമല്ല പല്ലി, പാമ്പ്, പാറ്റകൾ, കൊതുകുകൾ ഇവറ്റുകളൊക്കെ നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്ക് പോലും വരാത്ത രീതിക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ല കുറച്ച് ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മൾ കൊതുകിനൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ട് വൈകുന്നേരം സമയത്ത് അല്ലെങ്കിൽ കൊതുകിനൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ട് കത്തിച്ച് വെക്കുന്ന ആ ഒരു കൊതുക് തിരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു കഷ്ണം മാത്രമാണ് നമ്മുടെ വീഡിയോ പർപ്പസിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു കഷ്ണം നമുക്ക് ഇടികല്ലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. വളരെ യൂസ്ഫുള്ളായിട്ടും അതുപോലെ തന്നെ എഫക്റ്റീവായിട്ടുള്ള ഒരു ടിപ്പാണ് നമ്മളിവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ചെറിയ തുണ്ടുകളാക്കിയിട്ട് നമുക്ക് ഈ ഒരു കൊതുക് തിരി ഇടികളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് പൊടിച്ചെടുക്കാനുണ്ട്. ഒരുപാട് ഫൈനായിട്ടൊന്നും പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇടികല്ലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതുപോലെ നിങ്ങളൊന്ന് പൊടിച്ചെടുത്താൽ മതിയാകും. അപ്പോൾ നമ്മൾ പൊടിച്ചെടുത്ത ഈ ഒരു കൊതുക് തിരി കൊണ്ട് നമ്മൾ എന്താ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നെല്ലാം കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ പൊടിച്ചെടുത്ത ആ ഒരു കൊതുക് തിരി നമുക്ക് ഇതുപോലെ ഒരു യൂസ് ആൻഡ് ത്രോ പാത്രത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ അളവിലേക്കാണ് കേട്ടോ നമ്മൾ പൊടിച്ചെടുത്ത ആ ഒരു കൊതുക് തിരി ഇട്ടിരിക്കുന്നത്. അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ അളവിലേക്ക് കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. കായപ്പൊടിയും കൂടി ചേരുമ്പോൾ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ കായപ്പൊടി ഒരു 1/4 ടീസ്പൂൺ അളവിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു 3/4 ടീസ്പൂൺ അളവിലേക്ക് ബേക്കിംഗ് സോഡയാണ്. നമ്മൾ എന്നിട്ട് ആ ഒരു ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിക്ക് നമുക്ക് ആ ഒരു 3 പൊടികളും മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ളത് കർപ്പൂരമാണ്. 2 കർപ്പൂരം കൂടെ ഞാൻ പൊടിച്ചതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിക്ക് നമുക്ക് ആ പൊടികളൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ആവശ്യമായിട്ടുള്ളത് ഡെറ്റോളാണ്. ഡെറ്റോൾ നമുക്കൊരു അരമൂടി അളവിലേക്ക്, ആ ഒരു ഡെറ്റോൾ മൂടിയുടെ അരമൂടി അളവിലേക്ക് അതും കൂടെ നമുക്ക് ആ ഒരു പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതും കൂടെ ചേർത്ത് നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് നമുക്ക് ആ ഒരു ഡെറ്റോളിൽ ഇതുപോലെ നമ്മൾ ചേർത്ത് കൊടുത്ത ആ ഒരു പൊടികളൊക്കെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ച് അത് ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് നമുക്ക് അലിഞ്ഞ് കിട്ടുള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചെറിയ ചൂടോടുകൂടിയുള്ള വലിയൊരു ഗ്ലാസ് അളവിലേക്ക് വെള്ളമാണ് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ പൊടികളൊക്കെ നല്ല രീതിയിൽ തന്നെ മിക്സാക്കി എടുത്തുകൊണ്ട് തന്നെ വേഗത്തിൽ തന്നെ നമുക്ക് വെള്ളത്തിൽ ആ ഒരു പൊടികളൊക്കെ മിക്സായി കിട്ടും. നമ്മളിവിടെ കൊതുകുതിരി പൊടിച്ചതും അതുപോലെ തന്നെ കായപ്പൊടി, കർപ്പൂരപ്പൊടി, അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും ഡെറ്റോളും ചേർത്തിട്ടാണ് ഈ ഒരു സൊല്യൂഷൻ റെഡിയാക്കി ഇരിക്കുന്നത്. ഇനി നമുക്കൊരു അരമണിക്കൂർ സമയത്തേക്ക് ഇതുപോലെ മൂടി വെച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അതിനുശേഷമാണ് നമ്മളിത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അരമണിക്കൂർ സമയം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സൊല്യൂഷൻ നല്ല രീതിയിൽ തന്നെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരൊറ്റ സൊല്യൂഷൻ മതി നമ്മുടെ വീട്ടിലും അതുപോലെ തന്നെ വീടിൻ്റെ പരിസരത്തും കൃഷിയിടത്തും ഒക്കെ നമുക്ക് ഒരുപാട് ശല്യക്കാരായ എലി, പെരിച്ചാഴി, പല്ലി, പാറ്റ, പാമ്പ് ഇവറ്റുകളൊക്കെ നമുക്ക് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്ക് പോലും വരാത്ത രീതിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 1/4 ലിറ്റർ അളവിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒരു ബോട്ടിലേക്ക് ഒന്ന് മാറ്റി ഒഴിക്കാം. ഞാനിവിടെ ഒരു ഹാൻഡ് വാഷ് ബോട്ടിലാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കുഞ്ഞു ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മൂടിയിൽ ഹോൾസ് ഇട്ടിട്ട് കൂടെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഒരു സ്പ്രേ ബോട്ടിൽ കൂടെ ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ എൻ്റെ കയ്യിൽ കാലിയായ ഒരു ഹാൻഡ് വാഷ് ബോട്ടിലേക്കാണ് കേട്ടോ ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ച് ഉപയോഗിക്കുന്നത്. ഈ ഒരൊറ്റ സൊല്യൂഷൻ നമുക്ക് ഒരുപാട് ദിവസത്തേക്ക് തന്നെ കേടുകൂടാണ്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ റെഡിയാക്കിയ ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് നമ്മുടെ കിച്ചൺ സിങ്കിലേക്ക് നമ്മൾ രാത്രി ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അറിയാണ്ട് കൊണ്ട് ആ ഒരു കിച്ചൺ സിങ്കിൻ്റെ പൈപ്പ് വഴി വരുന്ന പ്രാണികളുടെ ശല്യമൊന്നും നമുക്കുണ്ടാവില്ല. ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലൊന്ന് തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക. മാത്രമല്ല നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കിച്ചണിലും അതുപോലെ തന്നെ മെയിനായിട്ട് ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലാണ് ഭക്ഷണത്തിൻ്റെയൊക്കെ സ്മെല്ലടിച്ചിട്ട് പല്ലികളും പാറ്റകളൊക്കെ ധാരാളമായിട്ട് വരാനുള്ള ചാൻസസ് ഉള്ളത്. അവിടെയൊക്കെ നമ്മൾ ഈ ഒരു സൊല്യൂഷൻ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു മണം അടിച്ചിട്ട് അതുങ്ങൾ ഇതിൻ്റെ പരിസരത്തേക്ക് പോലും വരികയില്ല. മാത്രമല്ല കേട്ടോ, നമ്മുടെ വീടിൻ്റെ ചുറ്റിലും നമുക്ക് എലികളും പെരിച്ചാഴികളൊക്കെ വരാൻ ചാൻസസ് ഇല്ല, അല്ലെങ്കിൽ പാമ്പൊക്കെ വരാൻ ചാൻസസ് ഇല്ല, കൊതുകുകളൊക്കെ വരാൻ ചാൻസസ് ഇല്ല. ആ ഒരു ഭാഗത്തേക്കായിട്ട് നമ്മൾ ഇതുപോലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു സൊല്യൂഷൻ്റെ മണം അടിച്ചിട്ട് എലി, പെരിച്ചാഴി, പാമ്പ് മാത്രമല്ല കേട്ടോ, ഈ ഒരു സൊല്യൂഷൻ്റെ ആ ഒരു സ്പ്രേയുടെ മണം അടിച്ചിട്ട് കൊതുകുകൾ പോലും നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്ക് പോലും വരികയില്ല കേട്ടോ. ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലൊന്ന് തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക.
അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് വെളുത്തുള്ളിയുടെ ആ ഒരു ഞെട്ട് ഭാഗമാണ് കേട്ടോ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ വെളുത്തുള്ളിയൊക്കെ തൊലിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ വലിച്ചെറിയാറാണ് പതിവ്. ഇനി അങ്ങനെ ആരും ചെയ്യരുത് കേട്ടോ. ഇതുകൊണ്ട് ഒരു കിട്ടിലും ടിപ്പ് തന്നെയാണ് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മുടെ വീട്ടിൽ ഇതുപോലെ മാസങ്ങളോളം നമ്മൾ എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് വെക്കുന്ന അരികളിലൊക്കെ നമ്മൾ വണ്ട് കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വെളുത്തുള്ളിയുടെ ഞെട്ട് ഭാഗം നമ്മൾ ഇട്ട് വെക്കുകയാണെങ്കിൽ എത്ര വർഷമായാൽ തന്നെ നമ്മുടെ അരിയിൽ വണ്ടൊന്നും കയറാണ്ട് കൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. വളരെ യൂസ്ഫുള്ളും അതുപോലെ തന്നെ എഫക്റ്റീവും ആയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പ് തന്നെയാണ് കേട്ടോ ഇത്. ഞാൻ എൻ്റെ അരികളിൽ ഇതുപോലെയാണ് ചെയ്യാറ്. എനിക്ക് വണ്ടൊന്നും കയറാണ്ട് കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തത്. ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇനി അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഇതുപോലുള്ള മരത്തിൻ്റെ തവി, അതുപോലെ തന്നെ റോളിംഗ് പിന്ന്, ചപ്പാത്തി പലക, ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ നല്ല പോളിഷായിട്ട് പൂപ്പലൊന്നും ഇല്ലാണ്ട് കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന ഓയിലൊക്കെ നമ്മൾ സാധാരണഗതിയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഓയിൽ കവർ വലിച്ചെറിയാറാണല്ലോ പതിവ്. അങ്ങനെ ചെയ്യാണ്ട് കൊണ്ട് ആ ഒരു ഓയിൽ കവർ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതുപോലുള്ള ഉഡൻ തവി, മരത്തിൻ്റെ കരണ്ടി, അതുപോലെ തന്നെ റോളിംഗ് പിന്ന്, നമ്മുടെ ചപ്പാത്തി പലകയൊക്കെ നമ്മൾ തേച്ച് വെക്കുകയാണെങ്കിൽ നല്ല പോളിഷായിട്ട് തന്നെ നമ്മുടെ ആ ഒരു തവിയും അതുപോലെ തന്നെ നമ്മുടെ മരത്തിൻ്റെ നമ്മൾ ഉപയോഗിക്കുന്ന ഇതുപോലുള്ള വെസൽസൊക്കെ നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. സാധാരണഗതിയിൽ നമ്മൾ ഓയിലൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഓയിൽ കവർ വലിച്ചെറിയാറാണ് പതിവ്. അതിലുള്ള ആ ഒരു ഓയിലൊക്കെ നമ്മൾ വേസ്റ്റ് ആക്കാണ്ട് കൊണ്ട് ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇതുപോലുള്ള മരത്തിൻ്റെ തവി, റോളിംഗ് പിന്ന്, അതുപോലെ തന്നെ ചപ്പാത്തി പലകയൊക്കെ പൂപ്പലൊന്നും പിടിക്കാണ്ട് കൊണ്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ടിപ്പൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഹൈപ്പ് എന്ന ബട്ടണും കൂടെ എനേബിൾ ആകും. അതും കൂടെ മറക്കാണ്ട് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് എൻ്റെ ഈ ഒരു വീഡിയോ റീച്ച് ആവുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ വീട്ടിലും അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ ചുറ്റിലും കൃഷിയിടത്തൊക്കെ വളരെയധികം നമുക്ക് ബുദ്ധിമുട്ടായി തീരുന്ന ഇതുപോലുള്ള എലികളെയും പെരുച്ചാഴികളെയും നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്ക് പോലും വരാത്ത രീതിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ടിപ്പും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഒരു ഉരുളക്കിഴങ്ങ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അവറ്റകൾ നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്ക് പോലും വരികയില്ല. അപ്പം നമുക്ക് സമയം കളയാണ്ട് നമ്മളത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതും കൂടെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങാണ് കേട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത്. ആ ഒരു ഉരുളക്കിഴങ്ങ് നമുക്ക് ഇതുപോലൊന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ആ ഒരു ഉൾഭാഗത്തുള്ള കിഴങ്ങും കൂടെ നമുക്ക് ഇതുപോലൊന്ന് എടുത്ത് കളയാം. ആ ഒരു ഉൾഭാഗത്ത് നിന്ന് നമ്മൾ എടുക്കുന്ന ആ ഒരു കിഴങ്ങ് നമ്മൾ വലിച്ചെറിയരുത്, അത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ആ ഒരു കിഴങ്ങിൻ്റെ ഉൾഭാഗം നമുക്ക് ഇതുപോലൊന്ന് റെഡിയാക്കി എടുക്കാം. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നെല്ലാം കൂടെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ഒരു കിഴങ്ങിൻ്റെ ഉൾഭാഗത്തേക്കായിട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ അളവിലേക്ക് നമ്മൾ ഓൾറെഡി പൊടിച്ചു വെച്ച ആ ഒരു കൊതുകുതിരിയുടെ ആ ഒരു പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. കൊതുകുതിരിയുടെ പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇനി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു 1/4 ടീസ്പൂൺ അളവിലേക്ക് സോപ്പ് പൊടിയാണ് കേട്ടോ. സോപ്പ് പൊടിയും കൂടെ നമുക്കൊരു 1/4 ടീസ്പൂൺ അളവിലേക്ക് ഇട്ട് കൊടുക്കാം. സോപ്പ് പൗഡർ നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ചും കൂടെ നമ്മൾ പൊടിച്ചെടുത്ത ആ ഒരു കൊതുകുതിരിയുടെ പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആ ഒരു കൊതുകുതിരിയുടെയും സോപ്പ് പൊടിയുടെ ഒക്കെ മണം പുറത്തേക്ക് വരാത്ത രീതിക്ക് നമ്മൾ ആ ഒരു ഉൾഭാഗത്ത് നിന്ന് എടുത്ത ആ ഒരു കിഴങ്ങ് തന്നെ അതിൻ്റെ മുകളിലേക്കായിട്ട് ഇതുപോലൊന്ന് റെഡിയാക്കി വെച്ച് കൊടുക്കാം. പൊതുവേ ഈ ഒരു കിഴങ്ങൊക്കെ എലികൾക്കും പെരുച്ചാഴികൾക്കും വളരെ ഇഷ്ടപ്പെട്ട ഭക്ഷണത്തിൽ ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ മണം ആകർഷിക്കാൻ കഴിവുള്ള എലികളും പെരുച്ചാഴികളും ഇതിൻ്റെ അടുത്തേക്ക് വരികയും ഇത് ഭക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ വീടിൻ്റെ ചുറ്റിലും നമുക്ക് ഇതുപോലെ അല്ലെങ്കിൽ കൃഷിയിടത്ത് ഇതുപോലെ എലികളും പെരുച്ചാഴികളൊക്കെ വരാൻ ചാൻസസ് ഉള്ള ആ ഒരു ഭാഗത്തേക്കായിട്ട് നമ്മൾ ഈ ഒരു കിഴങ്ങ് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ പിന്നീട് നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തേക്ക് പോലും അവറ്റകളൊന്നും വരികയില്ല കേട്ടോ. നിങ്ങൾ ഒരു തവണ ചെയ്യുമ്പോഴേക്കും റിസൾട്ട് കിട്ടണം എന്നില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഒരു 4-5 തവണ നിങ്ങൾ ഇതുപോലെ ചെയ്തു വെക്കുകയാണെങ്കിൽ പിന്നീട് നിങ്ങളുടെ വീടിന്റെ പരിസരത്തേക്ക് പോലും ഇവറ്റകളൊന്നും കാണാൻ പോലും കിട്ടില്ല. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ച എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പം പിന്നെ ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബൈ.